വാർഡിലെ സഹകരണത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. വിജയപുരം പഞ്ചായത്തിലെ കഴിഞ്ഞ 4 വർഷങ്ങളിൽ 100% ടാക്സ് പിരിച്ച വാർഡുകളിൽ ഒന്നായി വാർഡ് 12 താമരശ്ശേരിയെ മാറ്റുവാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെയും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്നതിന് വേണ്ടി മെമ്പർ എന്നുള്ള നിലയിൽ എല്ലാവിധ സഹകരണങ്ങളും നൽകി വരുന്നു. വിജയപുരം പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബായിട്ട് നവതാര ക്ലബിനെയും ഏറ്റവും നല്ല പുരുഷ സഹായ സംഘമായിട്ട് പ്രതിഭ പുരുഷ സഹായ സംഘത്തെയും തിരഞ്ഞെടുക്കുകയുണ്ടായി. എൻ്റെ വാർഡ് എല്ലാ വിഭാഗങ്ങളും തിങ്ങി നിറഞ്ഞിരിക്കുന്നൊരു വാർഡാണ്. ഇവിടെ താമരശ്ശേരി മഹാദേവ ക്ഷേത്രവും സെൻറ്റ് മേരീസ് ചാപ്പലും ഇന്ത്യ പെന്തക്കോസ്റ്റ് ചർച്ചും ചർച്ച് ഓഫ് ഗോഡും അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ വാർഡിൽ വിജയപുരത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന വാർഡായാണ് താമരശ്ശേരി അറിയപ്പെടുന്നത്. അതിനോടനുബന്ധിച്ച് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് മക്രോണി ജംഗ്ഷൻ മുതൽ ആനത്താനം വരെ എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് കൂട്ടയോട്ടം നടത്തുകയുണ്ടായി. എല്ലാ ദിവസവും വാർഡിൽ യോഗ നടത്താറുണ്ട്. അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ ധന്യ, ആശാവർക്കർ ജാൻസി ജോസഫ്, അതിനോടനുബന്ധിച്ച് യോഗ മാസ്റ്റർ രാമനാഥൻ എന്നിവർ എല്ലാ ദിവസവും യോഗ ക്ലാസ്സിന് വേണ്ടി നേതൃത്വം നൽകി വരുന്നു. എല്ലാ വർഷവും ഓരോ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് സൗജന്യ കണ്ണു പരിശോധന ക്യാമ്പുകൾ ഡോക്ടർ അഗർവാളുമായിട്ട് സംയുക്തമായിട്ട് നടത്തുവാൻ സാധിച്ചു. അതിനു മുൻപ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ സാധിച്ചു. അതുപോലെ പാറമ്പുഴ PHSയുടെ നേതൃത്വത്തിൽ ആരോഗ്യപ്രവർത്തകർ നമ്മുടെ വാർഡിൽ വന്ന് എല്ലാ മാസവും പ്രഷറ്, ഷുഗറ് എന്നിവ പ്രായമുള്ളവർക്ക് ചെക്ക് ചെയ്യാറുണ്ട്. ഈ മെഡിക്കൽ ക്യാമ്പ് കൊണ്ട് സാധാരണക്കാരായ പ്രായമുള്ള ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാർഡ് മറ്റുള്ള സംഘടനകളുമായിട്ട് സംയോജിച്ചുകൊണ്ട് ഒരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 2 ലക്ഷത്തിൽ പരം രൂപയും അതിനോടനുബന്ധിച്ച് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി ഒരു 1.5 ലക്ഷം രൂപയും അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി പിരിച്ചു നൽകുകയും ചെയ്യുകയുണ്ടായി.